നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസമാറിയ ബാഹുബലിയുടെ ഹാങ് ഓവറിലാണ് എല്ലാ സിനിമാ പ്രേമികളും. ബാഹുബലിക്ക് ശേഷം ബ്രഹ്മാണ്ഡ സംവിധായകൻ രാജമൗലിയുടെ അടുത്ത ചിത്രമേത് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ. അതിലാരാണ് നായകൻ എന്നുമൊക്കെയുള്ള ചർച്ചകളിലാണ് സിനിമാ ലോകം. തെന്നിന്ത്യയിലെ നിരവധി താരങ്ങളുടെ പേര് രാജമൗലിക്കൊപ്പം പറഞ്ഞു കേട്ടെങ്കിലും ഒന്നിനും ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ബാഹുബലിയുടെ ചിത്രീകരണത്തിനായി രാജമൗലി കേരളത്തിലെത്തിയപ്പോൾ മോഹൻലാലുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഉടനെ മോഹൻലാലാണ് അടുത്ത ചിത്രത്തിലെ നായകൻ എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചു. ഇപ്പോഴിതാ മമ്മൂട്ടിയുടെ പേരാണ് അടുത്ത രാജമൗലി ചിത്രത്തിൽ പറഞ്ഞു കേൾക്കുന്നത്. ബാഹുബലി ദ കൺക്ലൂഷന്റെ റിലീസുമായി ബന്ധപ്പെട്ട് കേരളത്തിലെത്തിയ രാജമൗലി മമ്മൂട്ടിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വാർത്തകൾ പ്രചരിച്ചത്. മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെയുള്ള തെന്നിന്ത്യൻ താരങ്ങൾ ഒരു രാജമൗലി ചിത്രം ആഗ്രഹിക്കുന്നുണ്ട് എന്നത് മറ്റൊരു വസ്തുതയാണ്. ബാഹുബലിയുടെ രണ്ടാം ഭാഗത്തിന് കേരളത്തിൽ വൈഡ് റിലീസുമായി ബന്ധപ്പെട്ട് തിയേറ്റർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷൻ പ്രസിഡന്റ് ദിലീപിന്റെ ആവശ്യപ്രകാരമാണ് രാജമൗലി മമ്മൂട്ടിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. രാജമൗലി തന്റെ ചിത്രത്തിൽ മമ്മൂട്ടിയാണ് നായകനാക്കുന്നതെന്നും ചിത്രത്തിന്റെ കഥ പറയുന്നതിന് വേണ്ടിയാണ് മമ്മൂട്ടിയെ കണ്ടതെന്നുമായിരുന്നു വാർത്തകൾ. എന്നാൽ ഈ വാർത്തകളിൽ സത്യമില്ല എന്നാണ് കേൾക്കുന്നത്. രാജമൗലി തന്നെ ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട്. അത്തരമൊരു പ്രോജക്റ്റ് ഇപ്പോൾ മനസ്സിലില്ല എന്നാണ് രാജമൗലി പറയുന്നത്. മഹാഭാരതത്തെ ആസ്പദമാക്കി ഒരു ചിത്രം ഒരുക്കുന്നതായി ആദ്യം രാജമൗലി അറിയിച്ചിരുന്നു. എന്നാൽ ചിത്രത്തെക്കുറിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ മോഹൻലാലിനെ നായകനാക്കി VS ശ്രീകുമാർ മേനോൻ സിനിമ പ്രഖ്യാപിച്ചു. ഇതോടെ രാജമൗലി മഹാഭാരതം ഉപേക്ഷിക്കുന്നതായി വാർത്ത വന്നു. എന്നാൽ രാജമൗലി മഹാഭാരതം എന്ന പ്രോജക്ട് ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട്. ഒരു സിനിമയ്ക്കല്ല, ഒന്നിലധികം സിനിമ ചെയ്യാനുള്ള കഥ മഹാഭാരതത്തിലുണ്ട് എന്നാണ് രാജമൗലിയുടെ പക്ഷം. 10 വർഷങ്ങൾക്ക് ശേഷം മഹാഭാരതം യാഥാർത്ഥ്യമാകും. പുതുമുഖങ്ങളാകും ചിത്രത്തിൽ അഭിനയിക്കുകയെന്നും രാജമൗലി പറയുന്നു. ഇപ്പോൾ മറ്റു ചിത്രങ്ങളൊന്നും മനസ്സിലില്ല, മഹാഭാരതം മാത്രമാണ് മനസ്സിലുള്ളതെന്നും രാജമൗലി പറയുന്നു. അപ്പോൾ മോഹൻലാൽ, മമ്മൂട്ടി എന്നീ പേരുകളിൽ പ്രചരിക്കുന്ന വാർത്തകളെല്ലാം വാസ്തവ വിരുദ്ധമാണ്. അപ്പോൾ ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.